ആദത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട തുന്നൽക്കാരൻ ആലിയുടെ മകൻ, തുന്നൽക്കാരൻ മുസ്തഫായുടെ മകൻ അലാവുദ്ദീൻ, ഈ അത്ഭുത വിളക്ക് നിനക്ക് അവകാശപ്പെട്ടതാണ്. നീ ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുത്. ഇത് സൂക്ഷിക്കുന്നവൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനായിരിക്കും. പുറത്തു നിൽക്കുന്നത് നിന്റെ എളാപ്പയല്ല, ഒരു ദുർമന്ത്രവാദിയാണ്. ഈ വിളക്ക് നീ അവന് കൊടുക്കരുത്. കൊടുത്താൽ ജീവനാശവും വംശനാശവുമായിരിക്കും ഫലം. വിളക്ക് കിട്ടിയോ? എന്നെ മേളി കയറ്റിയ വിട്. ഇളാപ്പിക്കില്ല. ഇല്ല, ഞാൻ വിളക്ക് തരില്ല. എനിക്കറിയാം നിങ്ങൾ എന്റെ ഇളയാപ്പയല്ല, മന്ത്രവാദിയാണ്, ദുർമന്ത്രവാദി. അതാവുദ്ദീൻ, നീ ഗുഹയിൽ കിടന്ന് മരിക്കുന്നോ അതോ വിളക്കെനിക്ക് തരുന്നോ? അവസാനമായി നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നീ വിളക്ക് തരുന്നോ ഇല്ലയോ? മരിച്ചാലും ശരി, ഞാൻ ഈ വിളക്ക് തരില്ല. നീ എന്നേക്കുമായി ഈ ഗുഹയിൽ കിടന്ന് നശിക്കട്ടെ. നിന്റെ അത്തിയുടെ നുറുങ്ങു പോലും ഇവിടെ നിന്ന് വെളിയിൽ പോവുക. ജയ് ജംബ. എന്താ മോളെ? ഉമ്മ തന്നയച്ചതാണ്, വീട്ടിലുണ്ടാക്കിയതാണ്. എന്റെ മോന് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ്. അവനില്ലാതെ എന്തിനാ മോളെ? ഉമ്മ കഴിച്ചോളൂ. കഴിക്കാം മോളെ. എന്റെ മോനിപ്പോ എന്ത് ചെയ്യാനാവോ? ഞാൻ അങ്ങയുടെ അടിമ ഹിമ്ര. എന്റെ അടിമയാ? അതെ, ഈ മോതിരം ധരിക്കുന്നവന്റെ ആജ്ഞകൾ അനുസരിക്കുന്നവനായിരിക്കും ഞാൻ. അങ്ങക്ക് എന്തു വേണം കൽപ്പിച്ചാലും. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിട്. എന്റെ കയ്യിലേക്ക് കയറിക്കൊള്ളൂ. ഇമ്രാത്ത്, നീ ഇപ്പോൾ പോയിക്കളൂ. ആവശ്യമുള്ളപ്പോ വിളിക്കാം. ഉമ്മ, എടാ, നീ ഇങ്ങ് തിരിച്ചു വന്നോ? നന്നായി. എന്റെ മോൻ എളാപ്പാന്റെ കൂടെ പോയി കച്ചവടവും പഠിച്ച് കട തുറക്കാൻ വേണ്ടി വന്നതാണല്ലേ? അയ്യോ ഉമ്മ, അത് ഇളയാപ്പ അല്ലായിരുന്നു. എളാപ്പാല്ലാതെ പിന്നെ ആരാടാ? എടാ, നീ എനിക്കും നിനക്കും ഉതകത്തില്ല. എങ്ങോട്ടെങ്കിലും എക്കേടും കെട്ടുപോ. അല്ലാണ് ഉമ്മ, ഞാൻ പറയുന്നത് കേൾക്കൂ. അത് ഇളയാപ്പ ഇല്ലായിരുന്നു, മന്ത്രവാദി വേഷം മാറി വന്നാണ്. മന്ത്രവാദിയോ? അതെ, അയാൾ ഇന്ന് കൊല്ലം കൊണ്ടുപോയതാണ്. ആ മന്ത്രവാദി എന്നോട് വലിയ ഗുഹയ്ക്കകത്ത് പിടിച്ച് തള്ളി. അവിടെ ജിന്നും ചെറുത്താനും പിശാശും പ്രേതവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനായതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ മോനെ നിന്നെ പടച്ചോൻ രക്ഷിച്ചു. ഈ വിളക്കെടുക്കാന്നാണ് അയാൾ ഈ സൂത്രമൊക്കെ കാണിച്ച് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ഇത് ഏതോ അത്ഭുത ശക്തിയുള്ള വിളക്കാണെന്നാ തോന്നുന്നത്. ഈ വിളക്ക് അയാൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് ദേഷ്യം വന്നു. എന്നെ ആ ഗുഹയ്ക്കകത്ത് പിടിച്ച് അടച്ചു. പിന്നെ ഒരു ഭൂതമാണ് എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്റെ മോനെ, നമുക്ക് ഈ ഭൂതവും പ്രേതവും ഒന്നും വേണ്ട. മോൻ ഈ വിളക്ക് എവിടെങ്കിലും കൊണ്ടുവന്ന് കള. എന്റെ മോന് വിശക്കുന്നുണ്ടാവും. ഉമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ?
ഷംറൽ അമീർ എന്ന ഭൂതമാണ് ഞാൻ. 7-ാം കടലിനടിയിലാണ് എന്റെ താമസം. എന്തിനു ഇവിടെ വന്നു? ആലംബന. ഈ വിളക്കാരുടെ കയ്യിലാണോ അവന്റെ അടിമയാണ് ഞാൻ. എന്ത് കാര്യവും സാധിച്ചു കൊടുക്കും. ഈ മോതിരത്തിൽ ഒരു ഭൂതം ഉണ്ടല്ലോ. അവൻ ഇമ്രാത്ത്, ചെറിയ കുട്ടി. അവനെപ്പോലെ ആയിരക്കണക്കിന് ഭൂതങ്ങളുടെ രാജാവാണ് ഞാൻ. ഈ വിളക്ക് തേച്ചാൽ ഞാൻ പ്രത്യക്ഷപ്പെടും. പോകാൻ പറഞ്ഞാൽ പോകും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരും. എന്താണ് വേണ്ടത്? എനിക്ക് റൊട്ടിയും കോഴിയും വേണം. ഓ, ഞാൻ ഈ കോഴിയല്ല ചോദിച്ചത്, എനിക്ക് പൊറിച്ച കോഴി വേണം. തരോ തരോ. കൊള്ളാം, നന്നാക്കി. ഇനി അമീർ പോയിക്കോളൂ, ആവശ്യമുള്ളപ്പോ വിളിക്കാം. ഉമ്മാ, അയ്യോ, ഇതെന്താ മോനെ? ഇത് എവിടുന്ന് കിട്ടി? റൊട്ടിയും പൊരിച്ച കോഴിയുമാണ്, എന്റെ കൂട്ടുകാരൻ കൊണ്ടു തന്നു. കൂട്ടുകാരനോ? ഏത് കൂട്ടുകാരൻ? എനിക്ക് അങ്ങനെയൊക്കെ വലിയ വലിയ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഉമ്മ തിന്നോ. ഇമ്രാൻ, എന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ആ വിളക്കിലേക്ക് സ്വന്തമാക്കണം. അതിന് നീ എന്നെ സഹായിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ബഷീർ, അടുത്ത സൂര്യോദയം മുതൽ ഞാൻ വീണ്ടും ധ്യാനം ആരംഭിക്കാൻ പോകുകയാണ്. അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും നീ ഉടനെ ചെയ്യുക. മഹാനും ഉദാരനും പ്രജാവത്സലനുമായ ബാഗ്ദാദ് രാജാവ് അരുൺ ഇബ്ന അബ്ദുൾ റസാഖിനെ ഷാം രാജാവ് ജലാലുദ്ദീൻ ഔർ റഷീദ് വിനയപൂർവ്വം തെരിയപ്പെടുത്തുന്ന ദൗത്യം എന്തെന്നാൽ എന്റെ ശ്രീമന്തപുത്രി സുഹർബാൻ രാജകുമാരിയും അവരുടെ ഭർത്താവ് ഫസൽ ജമാൽ രാജകുമാരനും പരിവാര സമേതം അജ്മീറിലേക്ക് എഴുന്നള്ളുകയാണ്.